നമസ്കാരം. കോൺഗ്രസിൽ സതീശിനിസം പിടിമുറുക്കുമ്പോൾ, കാരണം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയ കോൺഗ്രസും UDFും അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 100 സീറ്റ് നേടി വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് തിരികെ എത്തുമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള വി ഡി സതീശൻ. പക്ഷെ വി ഡി സതീശൻ്റെ ആ കണക്കുകൂട്ടലുകൾ മനപ്പായസമാകുമോ, അതോ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ നൽകിയ ഒരു വലിയ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോയതുകൊണ്ട് തിരികെ പിടിക്കാൻ കഴിയാതായി പോകുമോ? ഇങ്ങനെ രണ്ട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. ഇപ്പോൾ മുമ്പിലുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മടങ്ങി വരുമെന്നാണ്. പക്ഷേ അമിതമായിട്ടുള്ള ആത്മവിശ്വാസവും നേതാക്കന്മാർ പരസ്പരം പാരവയ്ക്കുകയും ചെയ്താൽ വീണ്ടും തകർന്നു പോകുന്ന ഇതേ കോൺഗ്രസ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു മൂന്നാമത് അംഗത്തിലൂടെ LDF അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? UDF വീണ്ടും പ്രതിപക്ഷത്താകുമോ? എന്ത് തോന്നുന്നു? മൂന്നാമതൊരു ഭരണം എന്തായാലും LDFന് കിട്ടില്ല എന്ന് ഉള്ള ശക്തമായ ഒരു താക്കീതും സൂചനയുമാണ് ജനങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഒരു സൂചന നൽകിയില്ല എങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഈ ഗവൺമെന്റ് ജനവിരുദ്ധതയുമായി മുന്നോട്ട് പോകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഇപ്പോൾ തന്നെ ഒരു നമ്മൾ സാധാരണ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ടല്ലോ, ഇന്ന് വെറും ഒരു സൂചന മാത്രം. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ രൂപം മാറും ഭാവം മാറും എന്നൊക്കെ പറയുന്ന പോലെ ജനങ്ങളുടെ രൂപം ഭാവം ഒക്കെ മാറും. ആ ഒരു സൂചനയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ സൂചന കൊടുത്താൽ അതിന്റെ അർത്ഥം ഇനി ഞങ്ങൾ തിരിച്ച് ഇത് ഒരു സൂചന മാത്രമാണ്, വീണ്ടും നിങ്ങൾക്കൊരു അവസരം തരാം എന്നൊരർത്ഥമില്ല. ഇതൊരു മുന്നറിയിപ്പെന്നേ ഉള്ളൂ. വേണമെങ്കിൽ കൂടുതൽ നഷ്ടത്തിലേക്ക് പോകാതെ വേണമെങ്കിൽ പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലുമൊക്കെ തുരുത്തുകൾ വേണമെങ്കിൽ കണ്ടെത്തിക്കോ എന്നുള്ള സന്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ, ഇനി വരുമ്പോൾ ഞങ്ങൾ വീണ്ടും സഹായിക്കാമെന്നൊരർത്ഥം അതിനെ കാണാനേ കഴിയുകയില്ല. ചരിത്രം അങ്ങനെ ചെയ്തിട്ടുമില്ല. ഇനി മറ്റൊന്ന്, 2021 തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന, നേരത്തെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ, ഈ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20ൽ 19 സീറ്റാണ് അന്ന് കിട്ടിയത്. ഒരു സീറ്റ് മാത്രമാണ് CPMന്, അന്ന് ആലപ്പുഴയിൽ ആരിഫ് മാത്രം. അത് കഴിഞ്ഞ് 21ൽ തുടർഭരണം കിട്ടിയതിന് ശേഷം 24 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20ൽ 18 കോൺഗ്രസിനും UDFനുമായിട്ട് കിട്ടി. അത് കഴിഞ്ഞ് വന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചു. ഇപ്പോഴത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ജയിച്ചു. അപ്പോൾ 3 തെരഞ്ഞെടുപ്പേ ആകെ നമ്മുടെ ഉള്ളൂ. അതിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് ഹാട്രിക് വിജയം കേരളത്തിലെ ജനങ്ങൾ UDFനും കോൺഗ്രസിനും നൽകും എന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയ തീരുമാനവും നിലപാടുമായി സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു വിജയം താങ്കൾ ഇപ്പോൾ പറഞ്ഞ പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലാകട്ടെ, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ, ത്രിതല പഞ്ചായത്തുകളിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം നേടാൻ കഴിഞ്ഞു. മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അതുപോലെ തന്നെ വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞു UDFന്. ഇതിനൊക്കെ പിന്നിലെ പ്രേരക ശക്തി, അല്ലെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇതിനകത്തൊരു സതീശനിസം വളർന്നു വരുന്നുണ്ടോ? സതീശന്റെ ഈ ഒരു വല്ലാത്ത നിലപാടുകളും നേതൃത്വമാണോ ഇതിനിപ്പോ കോൺഗ്രസിന് ഗുണകരമാകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പല നേതാക്കന്മാരും സംസാരിക്കുന്നില്ലെങ്കിലും ബാക്കി പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് കോൺഗ്രസിൽ എപ്പോഴും ഒരു പ്രസിഡൻഷ്യൽ രീതിയാണ് പാർട്ടിയുടെ സംവിധാനത്തിൽ. പാർട്ടിയുടെ പ്രസിഡന്റാണ് നമ്പർ 1. അതേസമയം UDF സംവിധാനമാണ് കേരളത്തിൽ ഭരണത്തിലെ നിയന്ത്രിക്കുന്നത്. അപ്പോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുകയാണെങ്കിൽ അത് പലപ്പോഴും പാർട്ടി പ്രസിഡന്റും മുഖ്യമന്ത്രിയും ഒക്കെ ഒരേ ആള് തന്നെ ആവുന്ന ഒരവസ്ഥ പാർട്ടിയിൽ പണ്ടുണ്ട്. പക്ഷെ ഈ മുന്നണി സംവിധാനത്തിലൊക്കെ വന്നപ്പോഴത്തേക്ക് പ്രതിപക്ഷ നേതാവാണ് ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനം വരുന്നത്. ആ അർത്ഥത്തിലാണ് അദ്ദേഹം UDF, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വാക്കുകൾ നമ്മൾ തുടർച്ചയായി ശ്രദ്ധിച്ചാൽ അദ്ദേഹം പറയുന്ന വാക്ക് തന്നെ ടീം UDF എന്നാണ്. അവിടെ വ്യക്തിപരമായ ഒരു എന്റെ നേട്ടം എന്നുള്ള ഒരു വാക്ക് എങ്ങും വരുന്നില്ല. പിന്നെ കോൺഗ്രസിനകത്ത് എല്ലാവരും നേതാക്കന്മാരാണ്.
കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അതിലെ ഓരോ വ്യക്തിയും നേതാവാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങളും മറ്റുള്ളവരും ട്രോളുന്നവരും ബാക്കിയുള്ളവരും ഒക്കെ ഈ സിനിമയിൽ ഓരോരുത്തർക്ക് ഫാൻസ് ഉള്ളതുപോലെ ഈ കോൺഗ്രസ് പാർട്ടിയിലും ഓരോരുത്തർക്ക് ഫാൻസ് ഉണ്ട്. അത് ഒരിക്കലും ഇല്ലാതാവില്ല. അപ്പൊ അതിന്റെ ചില വ്യക്തികൾ ചില രീതിയിൽ കാര്യങ്ങൾ പറയുമെന്നല്ലാതെ പാർട്ടിയിൽ ഒരഭിപ്രായ ഭിന്നതയും ഇപ്പോൾ ഇല്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ഐക്യത്തോടെ ഈ കോൺഗ്രസ് പാർട്ടി മൊത്തത്തിലും UDF പൊതുവിലും ഇത്രയും ഐക്യത്തോടെ പോയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ആ ഐക്യത്തിന്റെ ഒരു റിസൾട്ടാണ് ഈ റിസൾട്ടുകളെല്ലാം എന്നുള്ളതിൽ ഒരു തർക്കവും. തീർച്ചയായിട്ടും ആ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെയൊക്കെ അങ്ങനെ തന്നെ കാണുന്നു. പക്ഷെ ഇവിടെ നമുക്കറിയാമല്ലോ, ഇടതുപക്ഷത്തിനകത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് ഇവിടെ ഭരിക്കുന്നുണ്ട്. പക്ഷേ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിമാർ പലപ്പോഴും നിയന്ത്രിച്ചിരിക്കുന്നത് അവരാണ് നിയന്ത്രിക്കുന്നത്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കളാണ് അല്ലെങ്കിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പാർട്ടിയുടെ നിയന്ത്രണത്തിൽ നിർത്തിക്കൊണ്ട് ഭരണത്തിനെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും. പക്ഷെ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് അതല്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായിസമാണ് നടക്കുന്നത്. കാരണം പിണറായി പറയുന്നു, ആ പിണറായി പറയുന്നത് പാർട്ടി സെക്രട്ടറി കേൾക്കുന്നു. ഇനി കേന്ദ്ര കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ദേശീയ നേതാവ് ഉണ്ടെങ്കിൽ ദേശീയ നേതാക്കളോ ഒക്കെ കേൾക്കുന്നത് പിണറായി പറയുന്ന വാക്കുകൾ മാത്രമാണ്. അങ്ങനെ ഒരു പിണറായിസം അല്ലെങ്കിൽ ഒരു പിണറായി എഫക്റ്റ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ആ ഒരു എഫക്റ്റ് ഒന്നും ഫലിച്ചില്ല. എന്തായാലും ഒരു പിണറായിസം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലൊരു പിണറായിസം ഉള്ളത് കൊണ്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത്തരത്തിലൊരു സതീശനിസം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സതീശൻ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി, നിലപാടുകൾ പറഞ്ഞു, കൃത്യതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിച്ചു, അവധാനതയോടുകൂടി കൃത്യമായിട്ടുള്ള കണക്കുകൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ പാർട്ടിയെ മുന്നോട്ട് നയിച്ചത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയം പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ കൃത്യമായിട്ട് അറിയാം. പൊതുസമൂഹവും അത് കണ്ടതാണ്. സതീശനെ ഈ പറയുന്ന കോൺഗ്രസിലെ നേതാക്കൾ ആരൊക്കെ തന്നെ വെട്ടി ദൂരെ അറിഞ്ഞിരുന്നാലും പൊതുസമൂഹത്തിന് തിരിച്ചറിവുണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കടുത്ത നിലപാടുകൾ, കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ, ഇത് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയം കൊണ്ടത്. ഇത്രയും ആത്മാർത്ഥതയോടുകൂടി, ഒപ്പം തന്നെ ഈ പറയുന്ന വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു നമുക്ക് ഇത്ര സീറ്റ് കിട്ടും, ഇത്രയും ജയിച്ചു കയറാൻ കഴിയും എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വല്ലാത്ത ചിന്താഗതി. ഇത് തന്നെയാണ് ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുകൾ നേടുമെന്ന് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെ സതീശൻ പറയുന്നിടത്താണ് പാർട്ടി എത്തുന്നതും തിരഞ്ഞെടുപ്പ് ഫലം എത്തുന്നതും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സതീശനിസം ഇവിടെ വർക്കൗട്ട് ആവുന്നുണ്ടോ എന്നുള്ളത്. അല്ല, അത് ആ ഒരു പേരിൽ സതീശനിസം എന്നൊക്കെ ഈ പിണറായിസം എന്ന് പറയുന്നതിന് ബദലായി പറയേണ്ടവർക്ക് പറയാം എന്നല്ലാതെ നിലപാട് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളത് കൃത്യമായി കേരളത്തിന് അറിയാം. അത് ഈ നിലപാടുകളുടെ രാജകുമാരൻ എന്നുമുള്ള വാക്ക് ശ്രീ PT തോമസിന്റെ മരണസമയത്താണ് കേരളം മുഴുവൻ ചർച്ച ചെയ്തത്. പിന്നെ നിലപാടുകളിൽ മറുകണ്ഠം ചാടുന്നവരെ ശക്തമായി എതിർക്കുന്ന നല്ല ഒരു പ്രസംഗം ശ്രീമതി വീണ ജോർജിന്റെ ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രസംഗത്തിന് നിയമസഭയിൽ അദ്ദേഹം കൊടുത്ത ഒരു മറുപടി ഓർമ്മയുണ്ടല്ലോ. ആ മന്ത്രി വിരലിങ്ങനെ ചൂണ്ടി നിലപാടെന്ന് പറഞ്ഞതിന് അതേ നാണയത്തിൽ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന് കൃത്യമായി നിലപാടുണ്ടെന്ന് മാത്രമല്ല, ആ നിലപാട് പരസ്യമായി പറയുകയും ചെയ്തു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല എങ്കിൽ അവസാനത്തെ പത്രസമ്മേളനം നടത്തിയിട്ട് ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അടിയുറച്ച ഒരു വിശ്വാസത്തിന്റെ ഒരു നിലപാട് തന്നെയാണ്. അതേ നിലപാട് തന്നെയാണ് ബാക്കിയുള്ളവർക്കും. കോൺഗ്രസിൽ ഈ അടുത്ത ഗവൺമെന്റ് UDF-ന്റേത് തന്നെ ആകണമെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? അല്ല, ഈ നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. ആ രാഷ്ട്രീയം ഈ മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന പദവിയിലേക്ക് എത്തപ്പെടുക, അല്ലാതെ കോൺഗ്രസ് മന്ത്രിസഭ വരണ്ട എന്നുള്ളതല്ല, അല്ലെങ്കിൽ UDF മന്ത്രിസഭ വരണ്ട എന്നുള്ളതല്ല. UDF-ന്റെ മന്ത്രിസഭ വരണം, പക്ഷെ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതിനെ കുറിച്ചുള്ള വല്ലാത്ത ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനകത്തുണ്ട്. രമേശ് ചെന്നിത്തലയാകട്ടെ, കെ മുരളീധരനാകട്ടെ, ഇപ്പൊ ഈ ആവശ്യത്തിനും അനാവശ്യത്തിനും സംസാരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താനാവട്ടെ, ഇങ്ങനെയുള്ളവരൊക്കെ ഇതിനകത്ത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ശശി തരൂരിന്റെ നിലപാടുകൾ പലപ്പോഴും ഈ പാർട്ടിയെ വല്ലാത്ത കുഴപ്പത്തിൽ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, തിരുവനന്തപുരം, കൊല്ലം പോലുള്ള മേഖലകൾ, ഇവിടെ ആരാണോ ജയിച്ചു കയറുന്നത് അവർ കേരളം ഭരിക്കും എന്നുള്ളതിൽ ഉറപ്പാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ, നമ്മളെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കൊല്ലം വാരിക്കൂട്ടിയിരിക്കുകയാണ് UDF. തിരുവനന്തപുരത്തിന്റെ പല മേഖലകളിലും വലിയ തിരിച്ചുവരവ് നടത്തുവാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്.
പക്ഷെ ആ ആത്മവിശ്വാസത്തെ തകർക്കാൻ പോകുന്ന തരത്തിലേക്ക് തിരുവനന്തപുരത്തിന്റെ MP ആയിട്ടുള്ള ശശി തരൂരിന്റെ നിലപാടുകൾ അത് വല്ലാതെ നിങ്ങളെ ഈ പറയുന്ന പോലെ ഈ നിങ്ങൾക്ക് എത്താൻ കഴിയുന്ന ദൂരത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ ഈ പാർട്ടിയുടെ ഈ ശശി തരൂരിന്റെ ഈ നിലപാടുകൾ തന്നെയായിരിക്കും ഈ കോൺഗ്രസ് പാർട്ടിയെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല. ശശി തരൂർ MP-യുടെ നിലപാടും അദ്ദേഹത്തിന്റെ ശൈലിയും ഓരോ വിഷയത്തിലും അദ്ദേഹം പ്രതികരിക്കുന്നത് ഇതിപ്പോൾ പുതുമയുള്ള ഒരു കാര്യമല്ല. അദ്ദേഹം MP-ആയി വന്ന ആദ്യ നാളുകളിൽ തൊട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള വാക്കുകൾ ഹോളി കൗ ഓർമ്മയുണ്ടോ? ഉണ്ട്. അവിടെ മുതൽ അദ്ദേഹം വ്യത്യസ്തനാണ്. ആ വ്യത്യസ്തതയൊക്കെ പോയി വിശുദ്ധ പശുവിന്റെ വാദമൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാദമൊക്കെ പാളിസായി. അദ്ദേഹം എപ്പോഴും മോദി ഭക്തനാണ്, BJP-യോടൊപ്പം ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പൊതുസമൂഹത്തിന് തോന്നി തുടങ്ങിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനങ്ങളോട് യോജിച്ചു പോകാൻ കഴിയാത്ത ഒരു വ്യക്തിയായി തീർന്നു. കോൺഗ്രസിനോടും രാഹുൽ ഗാന്ധിയോടൊന്നും യോജിക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം ഈ പാർട്ടിയിൽ നിൽക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടാവില്ലേ? അത് കടന്നു പൊക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് പോവില്ല. അത് മാത്രമല്ല, നിങ്ങളത് പുറത്താക്കുകയുമില്ല. ഇങ്ങനെ രണ്ടറ്റത്തും എത്താതെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ശശി തരൂർ നിൽക്കുമ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വല്ലാതെ ബാധിക്കും കോൺഗ്രസിനെ. അത് തിരുവനന്തപുരം മേഖലയിൽ ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് ഈ പറഞ്ഞതുപോലെ ഒരു പാർട്ടി ആകുമ്പോൾ ഒറ്റ നിലപാട് വേണം, ഒന്നിലധികം നിലപാടുകൾ പാടില്ല എന്നുള്ളത് നമ്മൾക്ക് കോൺഗ്രസിൽ അങ്ങനെയില്ല. പുത്തൻ സാമ്പത്തിക നയം എന്നുള്ള ഒരാശയം വന്നപ്പോൾ അത് നരസിംഹറാവുവും മൻമോഹൻ സിംഗും ഒക്കെ രാജ്യ താല്പര്യത്തിന് നല്ലതാണ് എന്ന നിലപാടെടുക്കുമ്പോൾ ശ്രീ വയലാർ രവി കേന്ദ്ര മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് തന്നെ അതിനോട് അദ്ദേഹം വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. അതേപോലെ അടിയന്തരാവസ്ഥ കാലത്തും അത്തരത്തിൽ ഉള്ള നിലപാടുകൾ എടുത്തിട്ടുള്ളവരുണ്ട്. അത് ഈ പാർട്ടിയിൽ അനുവദിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ വിഷയം അതല്ല. ഇവിടെ പാർട്ടിയിലെ ഒരു വിഷയത്തിലുള്ള യോജിപ്പോ വിയോജിപ്പോ അല്ല. ഈ BJP-ക്കും മോഡിക്കും അനുകൂലമായി ചില നിലപാടുകൾ അദ്ദേഹം എടുക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ പിണറായി മുഖ്യമന്ത്രിക്ക് അനുകൂലമായും അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു യഥാർത്ഥ പാർട്ടിക്കാരന് അത് ഉചിതമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഒരു നല്ല വ്യക്തിക്ക് വേണമെങ്കിൽ എപ്പോൾ നല്ലത് എവിടെ കണ്ടാലും വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ഒക്കെ ആകുമ്പോൾ അത് മാറ്റേണ്ടത് തന്നെയാണ്. അത് അദ്ദേഹം സ്വയം തീരുമാനിക്കണം. കാരണം അത് ഈ അണികൾക്ക് നൽകുന്ന സന്ദേശം വളരെ വല്ലാത്ത സന്ദേശമാണ്. കാരണം ഇപ്പൊ തന്നെ തിരുവനന്തപുരത്തിന്റെ നഗരസഭയിൽ BJP വിജയിച്ചു കയറിയപ്പോൾ BJP അഭിനന്ദിക്കാൻ കാണിക്കുന്ന അദ്ദേഹത്തിന്റെ വല്ലാത്ത ആവേശമുണ്ടല്ലോ, അത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും കുട്ടികളെ എങ്ങനെയായിരിക്കും ബാധിക്കുക? അതെങ്ങനെയായിരിക്കും ഒരു പാർട്ടിയെ മുന്നോട്ട് നയിക്കുക? അമിത ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനത്തെ കോൺഗ്രസിന്റെ MP എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ ഇരിക്കുന്ന ഈ പറയുന്ന ഇദ്ദേഹം ഈ ശശി തരൂർ കാണിക്കുന്ന ഇത്തരത്തിലുള്ള വിക്രികൾക്ക് കൂട്ടുനിൽക്കുവാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ AICC-യിലെ കോൺഗ്രസ്സുകാർ എന്തിന് മിനക്കെടണം? അല്ല, അത് അദ്ദേഹം പ്രവർത്തക സമിതി അംഗം വരെയാണ്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകാൻ മത്സരിച്ച് കുറച്ച് വോട്ടുകളും ഒക്കെ വാങ്ങിയ ആളാണ്. തുടർച്ചയായി 4 തവണ തിരുവനന്തപുരത്ത് ഇതൊക്കെ പറയുമ്പോഴും 4ാമത്തെ തവണയും കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർ തന്നെ പ്രവർത്തിച്ചാണ് അദ്ദേഹം ജയിച്ചത്. തീർച്ചയായിട്ടും. പക്ഷേ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് ആ ഒരൊറ്റ വ്യക്തിയാണ്. ആ ഒരൊറ്റ വ്യക്തി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നമ്മൾക്ക് ഒഴിവാക്കാം എന്നുള്ള ഒരു തീരുമാനമെടുത്താൽ പ്രശ്നം തീരും. പക്ഷെ ഞാൻ അതിൽ കാണുന്നത് ഇദ്ദേഹം ജനിച്ചു വളർന്ന് രാഷ്ട്രീയത്തിന്റെ പടിപടിയായ ഘട്ടങ്ങളൊന്നും കടന്നു വരാത്ത ആളായതുകൊണ്ടും ദീർഘനാൾ മറ്റ് വിദേശ രാജ്യങ്ങളിലെ ഒരു സംസ്കാരവും ഒക്കെ ഉൾക്കൊണ്ടത് കൊണ്ടും ഇദ്ദേഹത്തിന്റെ ജനിതകത്തിനകത്ത് ഈ തരത്തിൽ ഉള്ള ഒരു രീതി വന്നു പോയതായിരിക്കാം. അത് പെട്ടെന്നൊന്നും മാറ്റാൻ കഴിയില്ല. ആദ്യമൊക്കെ ആളുകൾക്ക് വലിയ വിഷമമൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയാൽ ആർക്കും അത് ഒരു വലിയ വിഷയമായിട്ട് തോന്നുക പോലും ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയായിരിക്കാം, താങ്കൾ പറയുന്ന പോലെ താങ്കൾക്ക് അത് ന്യായീകരിക്കാനേ കഴിയൂ. പക്ഷെ ഞാനൊരു കാര്യം പറയുന്നത്, അല്ല, ഞാൻ ന്യായീകരിക്കില്ല, അദ്ദേഹം അത് തിരുത്തണം. അല്ല, ഇപ്പോഴത്തെ ഇയാളുടെ പ്രസ്ഥാനം, ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ അത് അവർക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നതല്ല. അത് വല്ലാത്ത മറ്റൊരു സന്ദേശമാണ് അതിൽ നൽകുക. കാരണം ജയിച്ചു എന്ന BJP-ക്കാരെ അഭിനന്ദിക്കുകയും എന്നാൽ ഒപ്പം തന്നെ നില മെച്ചപ്പെടുത്തിയ യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെ അഭിനന്ദിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരു പാർട്ടി പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ MP എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കോ ഒരിക്കലും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇയാളുടെ ലക്ഷ്യം എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പാർട്ടിക്കാർ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ
അതിനുള്ള ഉത്തരം കൂടി അയാൾ തന്നെ നൽകേണ്ടി വരും. എനിക്ക് ഇതിനകത്ത് നിൽക്കാൻ വയ്യ, ഞാൻ മോദി ഭക്തനാണ്, ഞാൻ മോദിയെ സ്തുതിച്ച് മുന്നോട്ട് പൊക്കോളാം, എന്റെ ഇനി ബാക്കിയുള്ള ശിഷ്ടകാലം ഞാൻ ബാക്കി എവിടെയെങ്കിലും BJP-യുടെ കൂടാരത്തിൽ തീർത്തുകൊള്ളാം എന്നുള്ളതാണെങ്കിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതല്ലേ നല്ലത്. ഇങ്ങനെ വെറുതെ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും കോൺഗ്രസ്സുകാർക്ക് അവമതിപ്പുണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്ന ഒരിക്കലും ആ പാർട്ടിക്ക് ചേർന്നതല്ല. നമ്മളിപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശശി തരൂരിന്റെ ഇത്തരത്തിലുള്ള വിക്രിയകൾ പ്രതിഫലിക്കുമെന്നാണ് ചിലപ്പോൾ ഭയപ്പെടേണ്ടി വരുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇപ്പൊ തന്നെ ഏകദേശം ഒരു 80 സീറ്റുകളിലാണ് ഇപ്പോഴത്തെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇരിക്കുന്ന ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ മെജോറിറ്റി എന്ന് പറയപ്പെടുന്നത് 80 സീറ്റുകളാണ്. എന്നാൽ 80 സീറ്റുകൾ എന്ന് പറയപ്പെടുമ്പോൾ അവിടെ ഈ സതീശൻ പറഞ്ഞ 100 സീറ്റുകളിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. 100 സീറ്റുകളിലേക്ക് എത്തിയില്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറയുകയും ചെയ്യുന്നു. എന്തായിരിക്കും ഇനി പറയാൻ? അങ്ങനെയാണെങ്കിൽ 100ലേക്ക് എത്തുവാനുള്ള ഒരു ഗിമിക്സ് എന്തായിരിക്കും? അല്ല, 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസം എന്നുള്ളൊരു വരി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വെള്ളാപ്പള്ളി അടുത്ത് പറഞ്ഞിട്ടുണ്ട്. 100 സീറ്റിലധികമായിട്ട് UDF ഭരണത്തിൽ വരും എന്ന് പറഞ്ഞത് ഒരു അവസരത്തിലും, മറിച്ച് ഈ UDF ഭരണത്തിൽ വരുന്നില്ല എങ്കിലാണ് രാഷ്ട്രീയ വനവാസം നടത്തുന്നത്. അത് രണ്ടും രണ്ട് സന്ദർഭങ്ങളിൽ പറഞ്ഞത് നമ്മൾ ക്ലബ് ചെയ്തെടുക്കണ്ട. UDF 100 സീറ്റിലധികമായി ഭരണത്തിൽ വരും, അത് ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണ്. പിന്നത്തെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണ് അങ്ങനെ വന്നില്ല കട്ട് ചെയ്തു, അതായത് ഇപ്പൊ എന്നല്ലല്ലോ, ഇതിനകത്ത് അധികാരം എത്തിയില്ലെങ്കിൽ അല്ല, അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നമ്മൾ പറയാണ് പിന്നെ തീർച്ചയായിട്ടും ഞാൻ ജയിക്കും എന്ന് പറയുകയാണ്. പിന്നെ അല്ലെങ്കിൽ പറയാണ് ഞാൻ ഇത്ര മാർക്ക് വരെ ഞാൻ നേടും. പിന്നെ ഒരവസരത്തിൽ അത് പറയുന്നില്ല, ഞാൻ ഫുൾ A+ വാങ്ങിയിരിക്കും എന്ന് പറയുന്നത് പോലെയൊക്കെ ഉള്ളൂ. നമ്മളിപ്പോ ഓരോരുത്തരും ഓരോ സന്ദർഭത്തിൽ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ച് ഞാൻ ഇന്നലെ അങ്ങനെ പറയാനൊക്കില്ലല്ലോ. ഇതൊക്കെ ഓരോ കോണ്ടെക്സ്റ്റിൽ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, UDF 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. അതേപോലെ UDF ഭരണത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ലെങ്കിൽ അന്ന് രാഷ്ട്രീയ വനവാസം ഉണ്ടാകും എന്ന് പറഞ്ഞതും ശരിയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ വിജയത്തിലേക്ക് എത്തപ്പെടുമ്പോൾ സതീശന്റെ നിലപാടുകൾ അത് കോൺഗ്രസിന് ഗുണം ചെയ്തില്ലേ? നിലപാടുകൾ ഗുണം ചെയ്യും. ഒരുപാട് ഇപ്പൊ അദ്ദേഹം പല നിലപാടുകൾ പറഞ്ഞു, അത് അദ്ദേഹത്തിന്റെ മാത്രം നിലപാടല്ല, പാർട്ടിയുടെ നിലപാടാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെടുത്ത ആ തീരുമാനം ശരിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അത് എത്രയോ ഉന്നതരായ 15ഓളം ഈ രാഷ്ട്രീയകാര്യ സമിതിയിലൊക്കെ ചർച്ച ചെയ്തിട്ടാണ് ആ തീരുമാനം എടുക്കുന്നത്. അപ്പൊ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന തീരുമാനം പറയാൻ രാഷ്ട്രീയപരമായി ചുമതലപ്പെട്ടിട്ടുള്ള അധികാരപ്പെട്ടിട്ടുള്ളത് KPCC പ്രസിഡന്റാണ്. അത് പുറത്താക്കി ആദ്യം സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ആ സസ്പെൻഡ് ചെയ്യുന്നത് പാർട്ടി പ്രസിഡന്റാണ്. പിന്നീട് പ്രതിപക്ഷ നേതാവും അത് പറയുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കേണ്ടുന്ന ചുമതല പ്രതിപക്ഷ നേതാവിനാണ്. ആ കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹം അത് ചെയ്തത്. പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസ് പദവിയുടെ പ്രസിഡന്റ് പദവിയിൽ നിന്നും പുറത്താക്കുന്നു, പിന്നെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു. രണ്ടാമത് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന, സസ്പെൻഷൻ മാറ്റി പുറത്താക്കുന്നത് KPCC പ്രസിഡന്റാണ്. പക്ഷെ അക്കാര്യത്തിലൊക്കെ ഒരു പരാതി കിട്ടിയ സ്ഥിതിക്ക് അത് അന്വേഷണം ഉണ്ടായാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ ഉടൻ നടപടിയെടുക്കുക എന്നുള്ളതാണ് പാർട്ടി ചെയ്തത്. അത് കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ ഒരു പാർട്ടിയും ഇന്ന് വരെ ചെയ്തിട്ടില്ല, ചെയ്യാൻ മറ്റുള്ളവർക്ക് കഴിയുകയുമില്ല. ധീരമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടി കൊണ്ടാണോ നിങ്ങൾ വിജയിച്ചതെന്ന് തോന്നുന്നു. പക്ഷെ ആ നിലപാടുകളൊന്നും, അല്ലെങ്കിൽ ആ ഗർഭവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളൊന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ നിലപാടുകൾ കൊണ്ട് വിജയിച്ചതാണ് എന്നുള്ള അവകാശവാദം ഉണ്ടെങ്കിൽ അത് തെറ്റല്ലേ? ഒരു കുട്ടി 1ാം റാങ്ക് വാങ്ങിയത് ആ കുട്ടിയുടെ മാത്രം കഴിവാണോ? സിലബസിന്റെ ഗുണമാണോ? ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഗുണമാണോ? പഠിപ്പിച്ചവരുടെ ഗുണമാണോ? ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് ഒരു കുട്ടിക്ക് റാങ്ക് കിട്ടുന്നത്. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ UDFന് വൻ നേട്ടമുണ്ടാക്കാൻ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഘടകങ്ങളിൽ പാർട്ടിയുടെ ഇത്തരത്തിലുള്ള നിലപാടുകളും വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മുൻ MLAയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് വാസുവും സഖാവ് പത്മകുമാറിനെയൊക്കെ ഇത്രയും ദിവസം ജയിലിൽ കിടന്നിട്ടും ഒരു ഷോക്കാസ് മെമ്മോ പോലും കൊടുക്കാൻ പറ്റാത്ത ഒരച്ചടക്കമുള്ള, ഒരു ഇരുമ്പ് മറയും അച്ചടക്കമുള്ള ഒരു പാർട്ടി മടിച്ചു നിൽക്കുമ്പോൾ സർവതന്ത്ര സ്വതന്ത്ര പാർട്ടിയായ കോൺഗ്രസ് ഇത്രയും കർശനമായ ഒരു നിലപാടെടുത്തത്
രാഷ്ട്രീയ കേരളം മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ താരതമ്യം ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. മുകേഷിന്റെ തീവ്രത വളരെ തീരെ ചെറിയ ഒരു തീവ്രതയാണ് എന്നും ശിവൻകുട്ടി മന്ത്രി പറഞ്ഞത് അത് സിനിമയിലല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിച്ച് സ്വന്തം പാർട്ടിയിലുള്ളവർ എന്ത് വൃത്തികേട് കാണിച്ചാലും ന്യായീകരിക്കാൻ എടുത്ത എന്താ പറയുക തറ നിലവാരം എന്ന വാക്ക്, ആ വാക്കുകളൊന്നും ഉപയോഗിച്ചുകൂടാത്തയാണെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ സന്ദർഭത്തിൽ ശ്രീരാമൻ സീതയുടെ കാര്യത്തിൽ എടുത്ത നിലപാട് പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ശ്രീരാമൻ സീതയുടെ കാര്യത്തിൽ എടുത്ത അതേ നിലപാട് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എടുത്തു എന്ന് തന്നെ ഞാൻ താരതമ്യം ചെയ്യും. അയ്യോ, വലിയ താരതമ്യം ശ്രീരാമനും സീതയും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ. എന്തായാലും നിലപാടുകൾ ഉറച്ചു നിന്നതുകൊണ്ട് തന്നെയാണ് സതീശൻ ശ്രദ്ധേയനാവുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും അദ്ദേഹം എടുത്ത നിലപാടുകൾ വളരെ ശക്തമായ നിലപാടുകളായിരുന്നു. അത് കോൺഗ്രസ് പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ ഒരു ഘടകമായി എന്ന് പറയാതിരിക്കുവാനേ കഴിയും.